തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 17 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 29 വരെയും, വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 79 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. മംഗളവാർത്തക്കാലത്തിലൂടെ നാം കടന്നു പോകുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിന് വഴിയൊരുക്കുന്ന സ്നാപകന്റെ ജനനത്തെക്കുറിച്ചാണ് സുവിശേഷം എന്ന് പറയുക. സ്നാപകൻ ജനിക്കുമ്പോൾ മൂകനായ സക്കറിയ ശബ്ദമുള്ളവനായിത്തീരുന്നു. സ്നാപകന്റെ ജനനത്തോടെ നാവ് സ്വതന്ത്രമാകുന്ന സക്കറിയ ദൈവത്തെ പുകഴ്ത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ മഹത്വം ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്താനാണ് ഈ മൗനം പോലും സക്കറിയയ്ക്ക് കാരണമായിട്ട് മാറുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്റെ ജനത്തെ സന്ദർശിച്ചു, രക്ഷകൻ സന്ദർശിച്ചു. അവിടുന്ന് ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് രക്ഷകനെ തന്നിരിക്കുന്നു എന്ന പരമാർത്ഥം സക്കറിയ പറയുന്നു. സക്കറിയ തൻ്റെ അറിവോടെ പറയുന്നതല്ല, പ്രവചനമായിട്ട് പറയുകയാണ്. ഇസ്രായേലിൽ ജനിച്ച ക്രിസ്തുവിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഈ വെളിപ്പെടുത്തലെന്ന് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ക്രിസ്തുവിനെ തിരിച്ചറിയാതിരുന്നൊരു കാലത്ത്, ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുന്ന പരമാർത്ഥത്തെ ബോധ്യപ്പെടാതിരുന്നൊരു കാലത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്നൊരു കാലത്താണ് സക്കറിയ തൻ്റെ പുത്രൻ്റെ ജനനത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞത് പറയുന്നത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ വഴികാട്ടിയായിട്ട് മാറും, പ്രവാചകനെന്ന് വിളിക്കപ്പെടും, നീ കർത്താവിന് വഴിയൊരുക്കുമെന്ന കാര്യം സക്കറിയ പറയുന്നുണ്ട്. സക്കറിയ പറയാണ്, നീ വിമോചകനെ കാട്ടിക്കൊടുക്കുന്നവനാണ്. അബ്രഹാത്തോടുള്ള വാഗ്ദാനം നിറവേറ്റി ഇരുളിലും മരണത്തിന്റെ താഴ്വരയിലും കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമായി മാറുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി നീ അവന്റെ മുൻപേ പോകും. അത്യുന്നതന്റെ പ്രവാചകനായി നീ വിളിക്കപ്പെടും. യേശുക്രിസ്തുവിൽ വിമോചിതരായ നമ്മെ സംബന്ധിച്ച് സദ്വാർത്തയുടെ സുവിശേഷം ലോകത്തോട് പറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് ആ ബോധ്യം പലപ്പോഴും ഇല്ല. നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത് ഈ സ്നാപകൻ ചെയ്ത പ്രവൃത്തിയുടെ ഒരു സമ്പൂർണതയിലേക്ക് ലോകത്തെ ആനയിക്കാൻ വേണ്ടിയാണ്. സ്നാപകൻ ക്രിസ്തുവിന് മുന്നോടിയായിട്ടാണ് പറയുന്നതെങ്കിൽ അകമേ വസിക്കുന്നവരെ കുറിച്ച് അടയാളപ്പെടുത്തുന്നവരായിട്ട് മാറാനാണ് നാം വിളിക്കപ്പെടുക. സാക്ഷ്യത്തിന്റെ വചനമായിട്ട് യേശുവിനെ ഈ ഭൂമിയിൽ സാക്ഷ്യപ്പെടുത്താനാണ് സ്നാപകൻ വന്നത്, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. നാം ആകട്ടെ ആ വെളിച്ചത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ട് ആ വെളിച്ചത്തെ ഈ ഭൂമിയിൽ അനുഭവപ്പെടുത്താൻ വേണ്ടി അയക്കപ്പെടുന്നവർ. നമ്മുടെ ദൗത്യബോധമില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ടാക്കുന്നത്. എന്താണ് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ചെയ്യാനുള്ളതെന്ന് നാം മറന്നു പോകുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഭക്തി കൊണ്ട്, വിശ്വാസം കൊണ്ട് ആനുകാലിക ലോകത്തിന്റെ കെടുതികളെ നേരിടാൻ കഴിയണം, അത്യാവശ്യം ജീവിക്കാൻ നിവൃത്തിയുണ്ടാക്കണം, കഷ്ടപ്പാടുകൾ സഹായമുള്ളൊരു ദൈവം കൂടെ ഉണ്ടാകണം എന്ന നിലയ്ക്ക് തരം താഴ്ത്തി കാണണം. നമ്മളെ ഏൽപ്പിച്ചുള്ള ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനല്ല, മനുഷ്യഹൃദയങ്ങൾക്കകത്ത് ഈ ക്രിസ്തുവിന്റെ വെളിപാടുകൾ അനുഭവപ്പെടുത്തി കൊടുക്കാവുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയണം. അവരെൻ്റെ ജീവിതത്തിൽ കണ്ണീരൊപ്പുന്ന, വിമോചനം കൊടുക്കുന്ന, അവരെൻ്റെ പാപത്തെ ക്ഷമിക്കുന്ന, അവരെന്നോട് കരുണ കാണിക്കുന്ന, അവരെന് വേണ്ടി പകരം നിൽക്കുന്ന, ജീവിതം അർപ്പിക്കുന്ന, അപ്പമായി മാറുന്ന ഒരുവനെ ക്രിസ്തുവിൽ നമുക്ക് അനുഭവപ്പെടുത്തി തന്നിട്ടുണ്ട് ദൈവം. ആ അപ്രകാരം അനുഭവപ്പെട്ട ക്രിസ്തു അനുഭവത്തിന്റെ സമ്പൂർണ്ണത ആനുകാലിക ചുറ്റുപാടുകളിൽ അനുഭവപ്പെടുത്തുകയാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. ആ ഒരു ബോധ്യമില്ലാണ്ടായി പോകുന്നത് ക്രിസ്തു നമ്മുടെ അകമേ വസിക്കുന്നത് പരമാർത്ഥം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ഗലാത്യ ലേഖനം പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നമ്മളെല്ലാം അവനെ ധരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മളെല്ലാം ദൈവപുത്രന്മാരാണ്. ആരാണ് ദൈവപുത്രന്മാരല്ലാത്തത്? ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന ബോധ്യം ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി നമുക്ക് കൈവന്നിട്ടുണ്ട്. ഇത് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 1:12 പറയുന്ന വചനത്തിന്റെ ഒരു പുനരവതരണമാണ്. അവിടെ ശ്ലീഹ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആ കഴിവ് അനുഭവപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഗലാത്യ ലേഖനം പറയാം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ്. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. അനേകരായി കാണാവുന്ന ബാഹ്യമായ പല വൈചാത്യങ്ങളുള്ള നമ്മൾ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. യേശു ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന എങ്ങനെയാണ്? അവന്റെ സ്നേഹത്തിൽ, അവന്റെ കാരുണ്യത്തിൽ, അവന്റെ കരുതലിലൊക്കെ നമ്മൾ ഒന്നായി ചേരുകയാണ്. ക്രിസ്തുവിൽ ഒന്നായിത്തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞും യേശുക്രിസ്തുവിനെ ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്തുക എന്ന ദൗത്യമാണ് നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ള തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട് എന്ന് ഈ മംഗളവാർത്തക്കാലത്ത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് നാട്ടുകാരനെന്നോ ഏത് വർണ്ണക്കാരനെന്നോ ഏത് ഭാഷക്കാരനെന്നോ അങ്ങനെ യാതൊരു ഭേദവും നമ്മൾ തമ്മിലില്ലെന്നാണ് വചനം പറയുക. ഈ ഭേദങ്ങളെയൊക്കെ അതിജീവിക്കുന്ന ക്രിസ്തുവിലുള്ള ഒന്നിപ്പിന്റെ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുക. ക്രിസ്തുവിൽ ഒന്നായി തീർന്നവർ. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനത്തിൽ 1:23 പറയുന്നുണ്ടല്ലോ, സഭ അവന്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറാനാണ്
ഞാൻ നിങ്ങളും വിളിക്കപ്പെട്ടത്. അതൊരു മതചിന്തയല്ല, അത് സമ്പൂർണമായ ഒരു വ്യക്തിത്വാവിഷ്കാരം എന്ന് നമുക്ക് പറയാൻ പറ്റും. കേവല വ്യക്തികളായിരിക്കുന്ന നമ്മൾ അവനിൽ സമ്പൂർണ്ണതയിൽ കൂട്ടായ്മയുടെ വ്യക്തിയായി സാമൂഹ്യ ബന്ധമായി സമ്പൂർണ്ണതയായി വളരാൻ വിളിക്കപ്പെടുന്ന പരമാർത്ഥമാണത്. ക്രിസ്തുവിൽ ഇങ്ങനെ സമ്പൂർണ്ണതയായിട്ട് മാറാനായിട്ട് സ്വയം അപ്പമായി മുറിയുന്ന, അവരിന് വേണ്ടി ആയിത്തീരുന്ന, അവരുടെ ജീവിതത്തിന് കരുത്തേകുന്ന കാരുണ്യത്തിന് മക്കളായി മാറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. സാമൂഹ്യമായ ഈ ബന്ധാവസ്ഥ അല്ലെങ്കിൽ സാമൂഹ്യമായ ഈ ഒന്നൊന്നവസ്ഥ കേവല മാനുഷികതയിൽ നിന്ന് സമ്പൂർണ്ണ വ്യക്തിത്വത്തിലേക്കുള്ള വളർച്ച എത്രത്തോളം നമ്മിൽ പൂർത്തിയായിട്ടുണ്ട് എന്ന് ഈ നോമ്പുകാലത്ത് നാം ചിന്തിക്കേണ്ടതുണ്ട്. മംഗലവാർത്തക്കാലം അതിനുള്ളൊരു വേദിയായിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ ക്രിസ്തു അനുഭവത്തിന് സമ്പൂർണ്ണതയായ ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുണ്ട്. കേവല വ്യക്തിത്വം എന്ന സങ്കുചിതമായ കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് കടന്ന് ഒരു സാമൂഹ്യ ബന്ധമായി വളർന്ന് അവരുടെ അകത്ത് ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വരാനായിട്ട്, അങ്ങനെ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയാൽ നിറഞ്ഞു ജീവിക്കാനായിട്ട് എത്രത്തോളം നമുക്ക് ആകാൻ കഴിയുന്നുണ്ടെന്ന് പരിശോധിക്കാൻ മംഗലവാർത്തക്കാലം നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട്. ക്രിസ്തു ജനനത്തെ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അത് കേവലം പുറത്തുള്ള ഒരു അനുഭവമായി മാറാതെ, അല്ലെങ്കിൽ ഒരു ഓർമ്മയാചരണമോ ഒരു ആഘോഷത്തിന്റെ രൂപമോ ആയി കാണാതെ, ജീവിതത്തിനകത്ത് ക്രിസ്തു എത്രത്തോളം ഇങ്ങനെ അനുഭവസ്ഥിതമാകുന്നുണ്ട്, യേശുവിൽ എത്രത്തോളം ഇങ്ങനെ പുനർജനിക്കാൻ കഴിയുന്നുണ്ട്, ഒരു ക്രിസ്തു ജനനത്തിന്റെ അനുഭവം ജീവിതത്തിന് ആകമാനം പകരാൻ കഴിയുന്നുണ്ട് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കാൻ വേണ്ട ഒരു കാലയളവായിട്ട് ഈ കാലത്തെ കാണാം. ക്രിസ്തുവിൽ അപ്രകാരം ആയിത്തീരാൻ ദൈവം നമ്മെ വിളിച്ചു എന്ന പരമാർത്ഥമോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ബലിമേശയിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയാൽ നിറഞ്ഞ് സമ്പൂർണ്ണ വ്യക്തിത്വമായി ആനുകാലിക ലോകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു അനുഭവത്തിന്റെ പ്രകാശം വരുത്താൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.